ദേവിക എന്തിനാ വിളിക്കുന്നത് എനിക്കറിയില്ല. എന്നാ എനിക്കറിയണം. നീ ദേവികയുടെ വീട്ടിലേക്ക് ചെല്ല്. അവൾ എന്തിനാ വിളിച്ചെന്നും എന്താ സംസാരിച്ചെന്നും എനിക്കറിയണം. പോയിട്ട് വാ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വാ കേറി വാ. ദേവികയില്ലേ? പിന്നെ മോനെന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വാ അകത്തേക്ക് വാ. അല്ല, എന്നെ അറിയാമോ? അത് കൊള്ളാം. കെവിൻ മോനല്ലേ? ദേവിക പറഞ്ഞിട്ടുണ്ട്, ഫോട്ടോയും കണ്ടിട്ടുണ്ട്. രാധിക, ഇതാ കെവിൻ മോൻ വന്നിരിക്കുന്നു. വന്നോ? മോൻ വാ വാ. രാധിക വരുന്നു. മോൻ വാ. വാമോനെ വാ. പെട്ടെന്നുള്ള കാര്യമായതുകൊണ്ടേ ഓടി നടന്ന ജോലിയൊക്കെ ഒതുക്കുമായിരുന്നു. അല്ല, എന്നെ മനസ്സിലായില്ലേ? ദേവികയുടെ അമ്മയാ രാധിക. എന്താ മോനെ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. അല്ല, ദേവിക വരാൻ പറഞ്ഞിരുന്നു. ദേവിക കെവിനും പ്രതീക്ഷിച്ചിരിക്ക. അതൊക്കെ ദേവിക തന്നെ പറയും. മോൻ ഇരിക്കേ, നീ ദേവിയെ വിളിക്ക്. അവളവിടെ എന്തെടുക്ക? ഞാൻ ഇപ്പൊ വിളിക്കാം. മോളെ ദേവികേ. കർത്താവേ, ഇതെന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. മോൻ ഇരിക്കേ. അങ്ങനെ പേടിക്കണ്ട അച്ഛാ. എല്ലാം നല്ല വൃത്തിയായിട്ട് പ്ലാൻ ചെയ്തിട്ടാ നിൽക്കുന്നത്. ഇപ്പൊ കെവിനെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് അവന് മനസ്സിലായിട്ടില്ല. ശരി, ഞാൻ വിളിക്കാം. മോളെ, കെവിൻ വന്നു. നീ അങ്ങോട്ട് ചെല്ല്. അവൻ എന്തെങ്കിലും ചോദിച്ചോ അമ്മ? സംശയം വല്ലതും ഉണ്ടോ? ഏയ്, ആകെ ഒരു അന്താളിപ്പുണ്ട് മുഖത്ത്. നിന്നെ കാണണമെന്ന് മാത്രം പറഞ്ഞു. വാ വാ അമ്മ. മുൻപ് സെക്യൂരിറ്റി പണിക്ക് പോകുമായിരുന്നു. മോൾ MLA ആയ പിന്നെ എൻ്റെ മുതലാളി സെക്യൂരിറ്റി യൂണിഫോം ഇടാൻ സമ്മതിച്ചിട്ടില്ല. എന്നാലും ഞാൻ പോയി ചില സഹായമൊക്കെ ചെയ്യും. പണ്ട് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴോ മറ്റോ അങ്ങനെ കണ്ടിട്ടുള്ളതാ. കെവിൻ ഇരിക്കെ. ഇതെന്താ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റത്? MLA ആയതുകൊണ്ടാ? അല്ല, അത് പിന്നെ ഞാൻ അച്ഛൻ കെവിനെ പരിചയപ്പെട്ടല്ലോ അല്ലേ? ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു. അമ്മ ചായ എടുക്ക. ചായ ഒന്നും വേണ്ട ദേവിക, ഞാനിപ്പോ കുടിച്ചേ ഉള്ളൂ. അത് സാരല്ല, ഒരു ചായയും കൂടെ കുടിക്കാം. ചാരികയില്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കെവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? പപ്പയും അമ്മയും, പിന്നെ ഒരു സഹോദരി ഉണ്ട്. അവളങ്ങ് ഓസ്ട്രേലിയയില. മൂത്ത ബ്രദർ മുംബൈയിൽ ബിസിനസ്. അപ്പോ രണ്ടാണും ഒരു പെണ്ണും. അതെ. അല്ല, കെവിന് മദ്യപാനം, പുകവലി അങ്ങനെ ദുശീലുണ്ടോ? ഇക്കാലത്ത് മദ്യപിക്കാത്തതായി ആരാ അച്ഛാ? അത് വിടാം. അല്ല, ഇതുവരെ എന്താ കെവിൻ വിവാഹം കഴിക്കാഞ്ഞത്? ഇവരെന്താ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത്? എന്തോ കുഴപ്പമുണ്ട്. കെവിൻ, അമ്മ ചോദിച്ചത് കേട്ടില്ലേ?
ഇതുവരെ വിവാഹം കഴിക്കാത്ത എന്താന്ന്? അല്ല, പറ്റിയ ഒരാളെ കിട്ടിയില്ല. അല്ല പിന്നെ മതി അമ്മേ, ചായ കൊണ്ടുവാ. ചെല്ലേ. ആ അല്ല മോനെ, പ്രായം ഇത്രയായില്ലേ? വീട്ടുകാർ വേറെ ആളുകളെ നോക്കിയില്ലേ? അല്ല, എനിക്കിഷ്ടമുള്ളൊരു കുട്ടിയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹം. എന്നിട്ട് അങ്ങനെ ഒരാളെ കണ്ടെത്തിയില്ലേ? അല്ല കെവിൻ, ചോദിച്ചതിന് ഉത്തരം പറ. അല്ല, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? കെവിൻ എന്തിനാ ടെൻഷനാവുന്നേ? ഏയ്, ടെൻഷനൊന്നുമില്ല. എന്നാ പിന്നെ ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. കെവിൻ, ചായ എടുക്ക്. അല്ല, അത് ചായ എടുക്കും മോനെ. മോനെ, ചായ കുടിക്കേ. കെവിന് ശാരിക അറിയാലോ അല്ലേ? കെവിന് ശാരിക അറിയാവോന്ന്? ആ, അറിയാം. എങ്ങനെ അറിയാവുന്ന ചോദിച്ചേ? അത് വിക്കയും വിറയ്ക്കൊന്നും വേണ്ട, ശാരിക ഒക്കെ പറഞ്ഞു. ഒരുപാട് സ്വപ്നങ്ങളോടെയും പ്രതീക്ഷകളോടെയാ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത്. പക്ഷെ രണ്ടുപേരും അവരവരുടെ ഇഷ്ടത്തിന്. നീ വിഷമിക്കാതെ രാധികേ. നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കാനാ കെവിനെ വിളിച്ചു വരുത്തിയത്. കെവിനും ഷാരിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഷാരിക ഇവിടെ പറഞ്ഞു. സത്യം പറയാലോ, ഞങ്ങൾക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലായിരുന്നു. രണ്ട് വിശ്വാസങ്ങൾ എന്നത് കണക്കിലെടുത്തില്ല. പക്ഷേ പ്രായത്തിന്റെ വലിയ അന്തരം, സാമ്പത്തിക സാമൂഹ്യ വ്യത്യാസം, അതൊക്കെ പ്രശ്നമായി തന്നെ നിന്നു. അല്ല, കെവിൻ എത്ര വയസ്സുണ്ട്? അല്ല, അത് അമ്മേ, ഇനി അതൊന്നും ചോദിക്കണ്ട. ഷാരി തന്നെ കല്യാണം കഴിക്കണമെന്ന് 100% ഉറപ്പിച്ചിട്ടാണോ കെവിൻ നിൽക്കുന്നത്? ആ അതെ. നിന്നോട് ചോദിച്ചില്ല. അതെ, ഞങ്ങൾ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ നിന്റെ അഭിപ്രായം വേണ്ട. പിന്നെ എന്റെ അഭിപ്രായം കേട്ടിട്ടല്ലേ കെവിനേട്ടനെ വിളിച്ചു വരുത്തിയേ?
നിർത്തടി. പഠിക്കേണ്ട പ്രായത്തിൽ പ്രേമിച്ച് നടന്നിട്ട് ധിക്കാരത്തോടെ സംസാരിക്കുന്ന കണ്ടില്ലേ? കെവിൻ കെവിൻ ചെയ്തത് ശരിയാണെന്ന് കെവിന് തോന്നുന്നുണ്ടോ? ചേച്ചി, കെവിനേട്ടനെ കുറ്റപ്പെടുത്തരുത്. എന്നെ എന്തു വേണേലും പറഞ്ഞോ, പക്ഷെ കെവിനേട്ടൻ വിഷമിച്ച എനിക്ക് സഹിക്കാൻ പറ്റില്ല. കണ്ടോ കണ്ടോ, അവള് പറയുന്ന കണ്ടോ? പിന്നെ എന്താ ഇത്? ഒരാളെ വിളിച്ചു വരുത്തി ഇങ്ങനെ ടെൻഷൻ ആക്കുവാണോ? വിളിപ്പിച്ച കാര്യം പറഞ്ഞ പോരെ? കെവിൻ എന്താ ഒന്നും പറയാത്തത്? അല്ല, ഞാൻ നിങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടതും പ്രേമിച്ചതും കറങ്ങി നടന്നതുമൊക്കെ എന്തുദ്ദേശത്തിലായിരുന്നു? ഇവളെ താലി കെട്ടി കൂടെ കൂട്ടാൻ ആഗ്രഹിച്ചിട്ടാണോ പ്രേമിച്ചത്? അല്ല കെവിനേട്ടാ. അതെ. എന്നാ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം, കെവിന്റെ വീട്ടുകാരുടെയും കൂടെ ഇഷ്ടത്തിലേ ഈ വിവാഹം നടക്കും. പപ്പയും അമ്മയൊക്കെ സമ്മതിക്കും. നിന്നോടാരാ ചോദിച്ചത്? ദേവികെ, വീട്ടുകാർ സമ്മതിക്കും. ഞാൻ സമ്മതിപ്പിക്കും. ഷാരിക്ക് മറ്റൊരു വിവാഹം ആലോചിച്ചിരുന്നു. അത് നടക്കാതെ വന്നപ്പോഴാണ് ഈ ബന്ധം അറിയുന്നത്. ഇവളുടെ വാശിക്ക് അവസാനം വഴങ്ങേണ്ടി വന്നു. ഞങ്ങൾക്ക് ഈ വിവാഹത്തിന് സമ്മതം ഇല്ലായിരുന്നു. ഇപ്പൊ നന്ദമ്മോനെ കാണാതിരിക്കുന്ന ഈ സമയത്ത് കെവിനെ വിളിച്ചു വരുത്തി പെണ്ണ് കാണൽ പോലെ ഒരു ചടങ്ങ് നടത്താൻ ഇവിടെ ആർക്കും താല്പര്യം ഉണ്ടായിട്ടല്ല. ഇവൾ ഇന്നലെ രാത്രി പറയാ കല്യാണം ഇപ്പൊ തന്നെ ഉറപ്പിച്ചില്ലെങ്കിൽ കെവിന്റെ കൂടെ ഇറങ്ങിപ്പോവുന്നു. പരസ്പരം ഇഷ്ടപ്പെടുന്നവരെ അകറ്റാൻ പാടില്ല. എന്നുവെച്ച് ഭാവി കാര്യങ്ങൾ നോക്കാതെ ഇഷ്ടം മാത്രം വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റത്തൊന്നുമില്ല. കെവിന്റെ കുടുംബത്തിൽ കാര്യം പറയാ. അതൊക്കെ കെവിനേട്ടൻ സംസാരിച്ചോളും ചേച്ചി. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം. അപ്പോ ഞങ്ങളുടെ കല്യാണം നടത്തിത്തരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണല്ലേ? അതേ മോനെ. ഇനി ചായ കുടിക്കേ. അല്ല, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചെക്കനും പെണ്ണിനും എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ. സംസാരിച്ച് ഇത്രയൊക്കെ ആയില്ലേടി? അയ്യോ ദേവി, ശാരിക വഴക്കുറണ്ട. ഞാനാദ്യം ഇഷ്ടം പറഞ്ഞത്. കൊച്ചിയെ, എന്താ പച്ചി ഇങ്ങനെ നോക്കുന്നേ? ഓ, നീ എന്തിനാടാ വീണ്ടും വന്നതെന്നായിരിക്കും നോക്കുന്നേ. അല്ല, പരോള് കഴിഞ്ഞിട്ട് പോവൂന്ന് പറഞ്ഞിട്ടല്ലേ നീ ഇവിടുന്ന് പോയത്? അതിന് ദിവസങ്ങൾ ഇനിയും ഒരുപാടുണ്ടല്ലോ പച്ചി. ആ ഏട്ടത്തി,
ഞാനിപ്പോൾ വന്നത് മറ്റൊന്നിനുമല്ല. ആ ഗിരിയേട്ടനൊരു കുഞ്ഞു പിറക്കാൻ പോവല്ലേ, ആ വാർത്ത അറിഞ്ഞപ്പോൾ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഗിരിയേട്ടനും ഞാനിവിടെ അധികം നേരം ഇരിക്കുന്നതിൽ താല്പര്യമില്ലായിരുന്നു. പിന്നീടാണ് ഞാൻ ചിന്തിച്ചത്, അയ്യേ ഞാൻ എന്തൊരു മനുഷ്യനാ. ഒരു വലിയ സന്തോഷ വാർത്ത അറിഞ്ഞിട്ടും ഒരു മധുരം പോലും തരാതെ ഞാനന്ന് പോയത്. ആ എത്തിയല്ലോ, ഗിരീഷേട്ടൻ വന്നല്ലോ. അല്ല, ഗിരിയേട്ടൻ ഇന്ന് സ്കൂളിൽ പോകണ്ടായിരുന്നോ? ഇവിടെ ഉണ്ടാവുമെന്ന് സംശയിച്ചാ വന്നത്. എന്തായാലും നന്നായി. നീ എന്താ ഇവിടെ? അയ്യോ, എന്നെ വഴക്കൊന്നും പറയല്ലേ, ഒരു കടം വിടാൻ വേണ്ടി വന്നതാ. ദാ പിടിക്ക്. അച്ഛനാവാൻ പോകുന്ന എന്റെ ഗിരിയേട്ടന് ഒരു മധുരം. എന്താ പറ്റിയ? ദാ പിടിക്ക്. ഈ ജയിൽ പുള്ളികളുടെ അവസ്ഥ ഇതാ. ഒരിക്കൽ ജയിലിലായാലേ അവൻ പിന്നെ എന്നേക്കും സമൂഹത്തിന് പുറത്താ. അവനെ കാണുമ്പോൾ വീട്ടുകാർക്ക് പോലും പേടിയാ. ഈ ജയിലിലാവുന്നവർക്ക് അപ്പച്ചി ബന്ധങ്ങളിൽ കൂടുതൽ വിശ്വാസവും ആഗ്രഹമൊക്കെ തോന്നുന്നത്. ആ ആഗ്രഹം കൊളുത്തി വലിച്ചുകൊണ്ടാ ഞാൻ ഈ പ്രസന്റേഷനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വന്നത്. ഏട്ടത്തെങ്കിലും ഒന്ന് മേടിക്കൂ. നീങ്ങിതാ. സന്തോഷമായി അപ്പച്ചി. നീ കയറിയിരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ഏയ് എനിക്കൊന്നും വേണ്ട അപ്പച്ചി. അങ്ങനെ അപ്പച്ചി പറഞ്ഞല്ലോ, അപ്പൊ തന്നെ ദാഹം മാറി. മതി. രാവിലെ വിശന്ന് കിടന്നപ്പോ എന്നെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിച്ചില്ലേ, മതി, അത്രയും മതി. ഗിരിയേട്ടാ, എന്നാ ഞാൻ പോയേക്കുവാ. പ്രകാശേ, ഒരു കാര്യം. എന്താ ഏട്ടാ? ഇവിടെ വന്നു നീ ചന്ദ്രോത്ത് പോയിരുന്നു അല്ലേ? പോയി. ഏട്ടൻ പറ, എനിക്ക് പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ കാരണം ഒരുപാട് അനുഭവിച്ചല്ലേ ഏട്ടത്തിയുടെ കുടുംബം. അവിടെ ചെന്നൊന്ന് മാപ്പ് പറയണ്ടേ? എന്താ ഏട്ടാ, ഞാൻ പോയത് തെറ്റാണോ? ഏയ്, പോയതിൽ തെറ്റൊന്നുമില്ല. എന്തൊക്കെയാ അവിടെ പറഞ്ഞു പിടിപ്പിച്ചത്? എന്താ ഏട്ടാ, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല. മീരയുടെ കൊലപാതകത്തെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? പറഞ്ഞു. വേണ്ട ഏട്ടാ, ഏട്ടത്തി കൂടെ ഇവിടെ നിൽക്കുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയണ്ട. ഏട്ടത്തി പ്രഗ്നന്റ് അല്ലേ? അന്ന് ഏട്ടൻ പറഞ്ഞില്ലേ നല്ല കാര്യങ്ങൾ മാത്രം സംസാരിച്ചാൽ മതിയെന്ന്. എന്തായാലും രജനിയെല്ലാം അറിഞ്ഞത് തന്നെ. അരുന്ധതി മേഡത്തിന്റെ പേര് നീ എന്തിനാ വലിച്ചിട്ടത്? വലിച്ചിട്ടൊന്നുമല്ല, അതാണ് സത്യം. ഏട്ടത്തി, മീരെ ഇല്ലാതാക്കിയതിന് പുറകില് അരുന്ധതിയാ. പ്രഭാന്റിയുടെ അടുത്ത് അവർക്കുള്ള പകയാ. അന്ന് ഇവിടെയും അതൊക്കെ പറയാൻ തുടങ്ങിയപ്പം ഗിരിയേട്ടൻ എന്നെ തടഞ്ഞു, ഓർമ്മയില്ലേ? പ്രകാശ് സത്യമാണോ പറയുന്നത്? അങ്ങനെ ഒരു കള്ളം പറഞ്ഞോണ്ട് എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ ഏട്ടത്തി? 100% സത്യ. എന്തായാലും എന്റെ ജീവിതം അവസാനിച്ചു. ഞാനിനി മരണം വരെ കുറ്റവാളി തന്നെ. സാരമില്ല. പക്ഷേ സമൂഹത്തിൽ നല്ലവരായി നടക്കുന്ന യഥാർത്ഥ കുറ്റവാളികളെ കുറിച്ചും നിങ്ങളൊക്കെ അറിയണം. ഞാൻ അതിനു വേണ്ടിയാ പറഞ്ഞേ. ശരി അപ്പച്ചി, ഞാനിനി നിൽക്കുന്നില്ല. നീ കയറിയിരിക്കും പ്രകാശേ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഏയ്, ഗിരി, പ്രകാശ് പറയുന്നതിൽ ചില കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അരുന്ധതി പണ്ടേ തന്നെ ഞങ്ങളുടെ കുടുംബം തകർക്കാൻ നടക്കുന്ന ആളാ.
ആ ത്യാഗരാജനെ അയച്ചില്ലേ നമ്മുടെ വീട് തന്നെ ബോംബ് വെച്ച് തകർക്കാൻ? ഉറപ്പാ ഗിരി, അരുന്ധതിയുടെ കൈകൾ ഇതിന്റെ പുറകിലുണ്ട്. തെളിവുകൾ പ്രകാശിനെതിരെ വന്നപ്പോ അവൻ കുടുങ്ങി. അതാവും സത്യം. ഏയ് ചുമ്മാ മണ്ടത്തരം പറയാതെ രജനി. അല്ല, അരുന്ധതിയാ കോടതിയെ നമ്മളെ മണ്ടരാക്കിയത്. അമ്മയ്ക്കെന്ത് തോന്നുന്നു? കെവിൻ ഒരിക്കലും കരുതിയില്ലല്ലേ ഇങ്ങനൊരു അനുകൂല കാര്യത്തിന് വേണ്ടിയാ വിളിക്കുന്നതെന്ന്? സത്യം, ആകെ കൺഫ്യൂഷനോടെയാണ് ഞാൻ വന്നത്. ചാരിക ഒറ്റ വാശിയിലങ്ങ് നിന്നതുകൊണ്ടാ ഞങ്ങൾ കല്യാണത്തിന് സമ്മതിച്ചത്. വാസ്തവത്തിൽ അറിയാലോ, ഞങ്ങളിപ്പോൾ ഒരു ആഘോഷം നടത്താനുള്ള മാനസികാവസ്ഥയിലല്ല. നന്ദുവിന്റെ കാര്യമോ അച്ഛനും അമ്മയും പറയുന്നത്?